നമസ്കാരം. കർണാടക മുഖ്യമന്ത്രി സ്ഥാനം ലക്ഷ്യമിട്ടുള്ള ഉപമന്ത്രി ഡി.കെ. ശിവകുമാറിന്റെ നീക്കങ്ങൾക്ക് തടയിടാൻ അഹിന്ദ റാലിയുമായി സിദ്ധരാമയ്യയുടെ അനുയായികൾ രംഗത്ത് വന്നിരിക്കുകയാണ്. സിദ്ധരാമയ്യയെ മാറ്റി ഡി.കെ. ശിവകുമാറിനെ നിയമിക്കണമെന്ന വിശ്വ ഒക്കലിംഗ മഹാസംസ്ഥാന മഠത്തിലെ ചന്ദ്രശേഖര സ്വാമിയുടെ ആവശ്യത്തിൽ കർണാടക രാഷ്ട്രീയം ചൂടുപിടിച്ചിരിക്കുന്നു. ഇതേ തുടർന്നാണ് സംസ്ഥാനത്തെ അഹിന്ദ, അതായത് പിന്നോക്ക വിഭാഗ പ്രവർത്തകർ സിദ്ധരാമയ്യയ്ക്ക് പിന്തുണ പ്രഖ്യാപിക്കുകയും അങ്ങനെ എന്തെങ്കിലും നീക്കത്തിന് തുടക്കമിട്ടാൽ സംസ്ഥാന വ്യാപകമായി പ്രതിഷേധം സംഘടിപ്പിക്കുമെന്നും അറിയിച്ചത്. ന്യൂനപക്ഷങ്ങൾ, പിന്നോക്ക വിഭാഗങ്ങൾ, ദളിതർ എന്നിവർക്കു വേണ്ടി നിലകൊള്ളുന്ന അഹിന്ദ പ്രസ്ഥാനത്തിന്റെ മുഖ്യ ഉപജ്ഞാതാവാണ് സിദ്ധരാമയ്യ. ഈ പ്രസ്ഥാനത്തിന് വേണ്ടി സിദ്ധരാമയ്യ പരസ്യമായി രംഗത്ത് വരാറില്ലെങ്കിലും അദ്ദേഹത്തിന് ഇവരോടുള്ള ബന്ധം പ്രസിദ്ധമാണ്. ചന്ദ്രശേഖർ സ്വാമിജിയുടെ പ്രസ്താവനയോട് പ്രതികരിച്ച് അഹിന്ദ സംസ്ഥാന പ്രസിഡന്റ് പ്രഭുലിംഗ ദൊഡ്ഡമണി, ഞങ്ങൾ എപ്പോഴും മുഖ്യമന്ത്രി സിദ്ധരാമയ്യക്കൊപ്പം നിൽക്കും, അദ്ദേഹത്തിന്റെ നട്ടെല്ലായി എന്ന് പറഞ്ഞു. അത്തരം പ്രസ്താവന നടത്തുന്നത് മതപരമായ തിരിച്ചടിയുണ്ടാക്കും. സ്വാമി എല്ലാവർക്കും ഉള്ളതാണ്, ഒരു പ്രത്യേക സമുദായത്തിൽ ഒതുങ്ങുന്നതല്ല. ഞങ്ങളുടെ പ്രിയപ്പെട്ട സിദ്ധരാമയ്യയെ അധികാരത്തിൽ നിന്ന് പുറത്താക്കാൻ അവർ ശ്രമിച്ചാൽ കോൺഗ്രസ് പാർട്ടി നിലനിൽക്കില്ലെന്ന് ദൊഡ്ഡമണി മുന്നറിയിപ്പ് നൽകി. സംസ്ഥാനത്ത് കോൺഗ്രസിനെ അധികാരത്തിലെത്തിക്കുന്നതിൽ അഹിന്ദ നിർണായക പങ്ക് വഹിച്ചിട്ടുണ്ട്. കർണാടകയിലെ മൊത്തം ജനസംഖ്യയുടെ 15% വരുന്ന ഒക്കലിംഗ സമുദായത്തിന്റെ സ്വാധീനമുള്ള നേതാവാണ് ഡി.കെ. ശിവകുമാർ. കുറുബ സമുദായത്തിൽ നിന്നുള്ള OBC നേതാവാണ് സിദ്ധരാമയ്യ. സിദ്ധരാമയ്യയുടെ 77ാം ജന്മദിനം പ്രമാണിച്ച് അഹിന്ദയുടെ അനുയായികൾ റാലി നടത്താൻ സാധ്യതയുണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.